ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വണ്ടൂർ ജാമിയ വഹബിയയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന ഓൺലൈൻ പരമ്പരയിലെ ഇസ്ലാം ചില കാര്യങ്ങൾ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന തിന്മകളാണ് പാപങ്ങൾ എന്ന വിഷയമാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് വിവേക ബുദ്ധി നൽകിക്കൊണ്ടാണ്. ഇതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ലാത്ത പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് അല്ലാഹു തആല ഇങ്ങനെ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. അവന്റെ പ്രവാചകന്മാരിലൂടെ അവൻ പഠിപ്പിച്ച നന്മകളെയും തിന്മകളെയും വേർതിരിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള വിവേക ബുദ്ധി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നന്മകളെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതോടൊപ്പം ആ അർത്ഥത്തിലുള്ള തിന്മകളിൽ നിന്നൊക്കെയും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ധർമ്മം തന്നെ. ഈ നന്മകളെയും തിന്മകളെയും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും നിയമങ്ങൾക്കും അധീനമായതൊക്കെയും നന്മകളെന്നും അതിന് വിരുദ്ധമായതൊക്കെയും തിന്മകളും എന്ന് മനസ്സിലാക്കുകയല്ലാതെ കേവലമായ നമ്മുടെ ബുദ്ധി കൊണ്ടോ ആലോചന കൊണ്ടോ കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല നന്മകളും തിന്മകളും. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബന്ധിക്കുന്ന നിയമങ്ങൾ ശരീഅത്തിനുണ്ട്. ഈ നിയമങ്ങൾക്കൊക്കെയും നാം വിധേയപ്പെടുമ്പോൾ അത് നന്മകളായും ആ നിയമങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ അതൊക്കെയും തിന്മകളായിട്ടുമാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല കാര്യങ്ങളും പ്രകൃതിക്കിണങ്ങാത്തതും സാമൂഹ്യ വിരുദ്ധമായതും സാമൂഹ്യ ജീവിതത്തിന് മോശമായി ഭവിക്കുന്ന കാര്യങ്ങളും എന്ന നിലയിൽ തിന്മകളായി തന്നെ പൊതുവിൽ സമൂഹം കാണുന്ന കാര്യങ്ങളുണ്ട്. വ്യഭിചാരം പോലെ, മദ്യപാനം പോലെ ഇങ്ങനെയുള്ള പൊതുവിൽ തിന്മകളായി അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആ അർത്ഥത്തിൽ തന്നെയുള്ളവയാണെങ്കിലും മറ്റു ചിലതിനൊക്കെ മാനദണ്ഡങ്ങൾ മതിയാകാതെ വരും. പ്രത്യേകിച്ച് മതവിരുദ്ധരും ദൈവനിഷേധികളുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള യാതൊരു മാനദണ്ഡവും അവർക്ക് സ്വീകാര്യവുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മകളെ നിർവചിക്കുകയും അതിനെ കണ്ടെത്തുകയും ചെയ്യുക എന്നത് എപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. അവരുടെ നിലപാടുകൾ ആ വിഷയത്തിൽ എപ്പോഴും തിരുത്തിക്കൊണ്ടേയിരിക്കുന്നതും നാം കാണാറുണ്ട്. അതിന് കാരണം ഒരു മാനദണ്ഡവുമില്ലാതെ സ്വന്തം യുക്തിക്കനുസരിച്ച് ഇക്കാര്യങ്ങൾ നിർവചിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാമിലെ വിവാഹബന്ധം. ഈ വിവാഹബന്ധം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പവിത്രമായ ബന്ധവും സമ്പ്രദായവുമാണ്. എന്നാൽ ഈ വിവാഹം എന്ന ഘടനയെ തന്നെ ഒരു സാമൂഹിക വിപത്തായിട്ടും അല്ലെങ്കിൽ ഒരു അനാവശ്യമായ സാമൂഹിക നിർമ്മിതിയാണെന്നുമൊക്കെ പ്രചരിപ്പിക്കുകയും അത്തരമൊരു രണ്ട് മനുഷ്യർ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടുമുള്ള ജീവിതമൊക്കെ അതൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവന്റെ ജീവിത വ്യവഹാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ചങ്ങലകൾ മാത്രമാണ് എന്ന രീതിയിലും പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാം. എന്നാൽ എന്തുകൊണ്ട് ഇസ്ലാം വിവാഹബന്ധം മാത്രം നിയമമാക്കുകയും വിവാഹേതര ബന്ധങ്ങൾക്കൊക്കെയും വിലക്കേർപ്പെടുത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിലൂടെ ഉണ്ടാകുന്ന സാമൂഹികമായ ഭവിഷ്യത്തുകൾ നാം മനസ്സിലാക്കിയാൽ മതി. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ഈ തരത്തിൽ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ആ രീതിയിലുള്ള ബന്ധങ്ങളെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന സാമൂഹികമായ വിപത്ത് വളരെ വലുതാണ്. വളരെ പ്രശസ്തമായ അമേരിക്കൻ പുസ്തകമുണ്ട്, ഫാദർലെസ് അമേരിക്ക എന്നുള്ളത്. ഒരു അമേരിക്കൻ എഴുത്തുകാരന്റെ 1900കളുടെ
ഏതാണ്ട് മധ്യഭാഗത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അന്നത്തെ അമേരിക്കൻ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും അവിടെ പ്രചരിക്കുന്ന വിവാഹേതര ബന്ധങ്ങളും ജാരസന്തതികളുടെ വർധനവുമൊക്കെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ വിപത്തുകളെ വളരെ കൃത്യമായി മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആ കാലത്ത് വളരെ നിരൂപണം നടത്തപ്പെടുകയും ബെസ്റ്റ് സെല്ലറായിക്കൊണ്ട് തന്നെ വിപണിയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലൂടെ ആ വിഷയവുമായി പഠനം നടത്തിയ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ തരത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഈ വിവാഹബന്ധം മാത്രം പാടുള്ളൂ എന്ന നിയമത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഏതൊരു കാര്യവും ഇസ്ലാമിക സമൂഹത്തിലാകട്ടെ അല്ലാത്ത സമൂഹത്തിലാകട്ടെ അതിന്റെ ആഴത്തിലേക്കും അതിന്റെ യഥാർത്ഥ വശങ്ങളിലേക്കും ചിന്തിക്കുമ്പോൾ ഇസ്ലാം തിന്മയായി കൽപ്പിച്ചത് തിന്മയായി തന്നെ നിലനിൽക്കും എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതൊരിക്കലും ആരെങ്കിലും കിണഞ്ഞു ശ്രമിച്ചത് കൊണ്ടോ ആരെങ്കിലും അതിനു വേണ്ടി ഒച്ചയിട്ടത് കൊണ്ടോ ആ തിന്മകളെ പൊതുവിൽ സമൂഹം അംഗീകരിക്കുകയില്ല. ആ നിലയിലുള്ള ഒരു ജീവിത സമ്പ്രദായം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധ്യവുമല്ല. അതുപോലെ തന്നെയാണ് ഇസ്ലാം വിലക്കാത്ത, ഇസ്ലാം തിന്മയായി കണക്കാക്കാത്ത, അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളെ പലപ്പോഴും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ചില വിഭാഗം ആളുകളെങ്കിലും അതൊരു മോശം കാര്യമായിട്ടും സമൂഹത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടേണ്ട തിന്മയായിട്ടും പ്രചരിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് ബഹുഭാര്യത്വം. ഈ ബഹുഭാര്യത്വം എന്നുള്ളത് പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് വിലക്കപ്പെടേണ്ടതാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തുമുണ്ട്. വിശേഷിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ബഹുഭാര്യത്വം എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒന്നല്ല. ഒരു മോശമായിട്ടാണ് എല്ലാ ആളുകളും വിലയിരുത്തുകയും കണക്കാക്കുകയും ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ നിയമത്തെ അതിൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ പഠിക്കുകയും അതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് ഈ രീതിയിൽ ബഹുഭാര്യത്വം വിലക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നവർ തന്നെ അതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ആവശ്യമായ സാഹചര്യത്തിൽ അതിനെ അനുവദിക്കുകയും ചെയ്യുന്ന പഴുതുകൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത്. എല്ലാ മതവിഭാഗം, എല്ലാ ആളുകൾക്കും ഒരേ സിവിൽ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് വാദിക്കുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് ആ നിയമം പാസാക്കപ്പെട്ട, അത് നടപ്പിൽ വരുത്തിയ ഏക സംസ്ഥാനം ഗോവ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ പോലും, ഗോവ സിവിൽ കോഡിൽ പോലും ബഹുഭാര്യത്വം അനുവദിക്കുന്ന ഘട്ടങ്ങൾ അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് നിയമനിർമ്മാണ ബുദ്ധിക്കും ആലോചിക്കുകയും പഠനം നടത്തുകയും ചെയ്യുമ്പോൾ ഇസ്ലാം അനുവദിച്ച ഈ ബഹുഭാര്യത്വം അത് സാമൂഹികമായ ആവശ്യമാണെന്നും പൂർണ്ണമായും അതിനെ വിലക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണ് എന്നും സമ്മതിക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഇസ്ലാം പാപങ്ങളായി കണക്കാക്കിയിട്ടുള്ളതൊക്കെയും സാമൂഹികമായും വ്യക്തിപരമായും തന്നെ തിന്മകളാണ് എന്നും അല്ലാത്തവയൊന്നും ആ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല എന്നും നമുക്ക് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ സൃഷ്ടികളോട് ചെയ്യുന്ന പാപങ്ങളുമുണ്ട്, സ്രഷ്ടാവായ റബ്ബിനോട് ചെയ്യുന്ന പാപങ്ങളുമുണ്ട്. ഇങ്ങനെ ഏത് തരം പാപങ്ങളാണെങ്കിലും വൻപാപങ്ങളെന്നും ചെറുദോഷങ്ങളും എന്ന രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ വരുന്ന പ്രകൃതിയിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത് പൊറുപ്പിക്കാനുള്ള, പാപമോചനത്തിനുള്ള മാർഗങ്ങളും അള്ളാഹു താല നൽകുന്നുണ്ട്. അള്ളാഹു താല പാപങ്ങൾ പൊറുക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് നമ്മെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ, ചെറുദോഷങ്ങളൊക്കെയും നാം ചെയ്യുന്ന നന്മകളിലൂടെ നമ്മുടെ സുഹൃതങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടുകയും അത് പൊറുക്കപ്പെടുകയും ചെയ്യും. എന്നാൽ വൻപാപങ്ങളായിട്ടുള്ളവ തൗബ ചെയ്യുകയും എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയിലേക്ക് നാം ഖേദിച്ചു മടങ്ങുകയും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെ വൻ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്
നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഏതെങ്കിലും പുരോഹിതന്മാരുടെയോ മറ്റോ മുമ്പിൽ പോയി നാം ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവരിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള പൊരുത്തം സ്വീകരിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യകതയോ ഒരു രീതിയോ ഇസ്ലാമിലില്ല. നാം സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ, അവരുമായി ബന്ധപ്പെട്ട തിന്മകളുണ്ടെങ്കിൽ അവരെ പൊരുത്തപ്പെടിക്കണം എന്നത് മാത്രമാണ് ആ വിഷയത്തിൽ സൃഷ്ടികളുമായിട്ട് നമുക്കുള്ള ഏർപ്പാട്. മറിച്ച് നമ്മുടെ സ്വകാര്യത മാനിക്കുന്ന പാപമോചനത്തിന്റെ രീതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനിലേക്ക് തന്നെ ഖേദിച്ച് മടങ്ങുക എന്നതാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള സംവിധാനവും അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ പാപങ്ങളെയും നന്മകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ, അള്ളാഹു തആലയുടെ കൽപ്പനകളെയും വിരോധനകളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇവ രണ്ടിനെയും നിർവചിക്കാനും ഉൾക്കൊള്ളാനും കഴിയൂ എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.